ഭവന വായ്പയാണോ നിങ്ങളുടെ പ്രശ്നം? എന്നാൽ പരിഹാരമുണ്ട്. വീടെന്നത് പലരുടെയും ഒരായുഷ്കാലത്തെ ഏറ്റവും വലിയ സ്വപ്നമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പണം പൂർത്തിയായി സ്വയം കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുക എന്നതാണ് മുന്നിലുള്ള പോംവഴി. എന്നാൽ ചിലപ്പോഴെങ്കിലും ഭവന വായ്പയ്ക്കുള്ള നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും. കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ, വേണ്ടത്ര വരുമാനമില്ലായ്മ, തൊഴിലിലെ അസ്ഥിരത, മുൻപെടുത്തിട്ടുള്ള വ്യക്തിഗത വായ്പകളിലെ വ്യക്തതയില്ലായ്മ എന്നിവയൊക്കെ വായ്പ നിരസിക്കപ്പെടുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ്. അപേക്ഷകന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറവാണെങ്കിൽ അത് വായ്പാദാതാവിന് വലിയ റിസ്ക് ആണ്. അതിനാൽ അപേക്ഷ നിരസിക്കപ്പെടാനാണ് സാധ്യത. അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. ക്രെഡിറ്റ് റിപ്പോർട്ട് അടിക്കടി പരിശോധിച്ച് മുൻകാലങ്ങളിലെ തെറ്റുകളോ അല്ലെങ്കിൽ തെറ്റായ എൻട്രികളോ ഉണ്ടെങ്കിൽ അത് യഥാസമയം തിരുത്തണം. ബില്ലുകളും കടവും കൃത്യസമയത്ത് അടച്ചു തീർത്തുകൊണ്ട് സ്കോർ വർദ്ധിപ്പിക്കുക. പൂർണ്ണമായ രേഖകൾ, തെറ്റായി പൂരിപ്പിച്ച ഫോമുകൾ എന്നിവ നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടുന്നതിനോ കാലതാമസം വരുത്തുന്നതിനോ കാരണമായേക്കാം. അപേക്ഷിക്കുന്നതിന് മുൻപ് മാർഗനിർദ്ദേശങ്ങളും രേഖകളും കൃത്യമായി വായിച്ചു മനസ്സിലാക്കി ഫോമുകൾ പൂരിപ്പിക്കുക. സാമ്പത്തിക സ്ഥിരതയുള്ള സഹ അപേക്ഷകൻ ഉണ്ടെങ്കിൽ വായ്പ ലഭിക്കുന്നതിന് കൂടുതൽ എളുപ്പമാകും. കൃത്യമായ വരുമാനമുള്ള ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ അപേക്ഷയിൽ ഉൾപ്പെടുത്താം. ജോയിന്റ് ഭവന വായ്പകളിൽ വായ്പാദാതാക്കൾക്ക് താരതമ്യേന റിസ്ക് കുറവായതിനാൽ തുക അനുവദിച്ചു കിട്ടുന്നതിന് കുറച്ചുകൂടി എളുപ്പമാകും. മൊത്തമുള്ള വായ്പാ പരിധി വർദ്ധിക്കാനും ഇത് സഹായിക്കും. വായ്പ നൽകാൻ തീരുമാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ബിൽഡറെ കുറിച്ചും പ്രോപ്പർട്ടിയെക്കുറിച്ചും ബാങ്ക് വിശകലനം ചെയ്യും. അതിനാൽ ഭവന വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയും ബിൽഡറും വായ്പാദാതാക്കൾ അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപേക്ഷകന്റെ തൊഴിൽ ചരിത്രം തൃപ്തികരമല്ലെങ്കിൽ തിരിച്ചടവിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന ധാരണയിലാണ് ബാങ്കുകൾ വായ്പ നിരസിക്കാൻ സാധ്യതയുള്ളത്. നിരന്തര തൊഴിൽ മാറുന്നതും വരുമാനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുമൊക്കെ പ്രതികൂലമായി ബാധിച്ചേക്കാം. പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും വായ്പ ലഭിക്കാത്ത പക്ഷം ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെയും പരിഗണിക്കാം. പലിശ നിരക്ക് ബാങ്കുകളേക്കാൾ കൂടുതലായിരിക്കുമെന്ന് ശ്രദ്ധിക്കണം. ഓരോ സ്ഥാപനങ്ങളിലെയും നിരക്ക് താരതമ്യം ചെയ്ത ശേഷം അപേക്ഷിക്കുക. ബാങ്കിൽ നിന്ന് വായ്പ നിരസിച്ച സമയത്ത് രേഖകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്തിയ ശേഷം മാത്രം അപേക്ഷിക്കുക. അപേക്ഷിച്ച തുകയ്ക്ക് നിങ്ങളുടെ വരുമാനം ചേർന്ന് പോകുന്നില്ലെന്ന് തോന്നിയാൽ ബാങ്കുകൾ വായ്പ നിരസിക്കും. അതിനാൽ കുറഞ്ഞ തുകയ്ക്കായി അപേക്ഷിക്കുന്നതാണ് നല്ലത്.